ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും കാണുന്ന ഒരു വിഷയമാണ് പുതിയ ഗവർണർ നിയമനം. കേരളത്തിൽ 5 വർഷം ഏതാനും ദിവസങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി സ്ഥലം മാറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പകരമായി കേരളത്തിൽ ഗവർണറുടെ ചുമതല ഏൽക്കുന്നത് ബീഹാറിൽ ഇപ്പോൾ ഗവർണറായിരിക്കുന്ന ഗോവ സ്വദേശിയായ ശ്രീ RV ആറേൽക്കർ എന്ന ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം 1989 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ കേന്ദ്രം ഇപ്പോൾ ഭരിക്കുന്ന BJP-യിലെ സജീവ പ്രവർത്തകനാണ്. അതിനു മുൻപ് മുതലേ അദ്ദേഹം RSSൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഒരു സമയത്ത് ഗോവയിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആൾ കൂടിയാണ്. എന്നാൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ മന്ത്രിസഭയിൽ ദീർഘകാലം അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിച്ച് ആദ്യം ഗവർണർ സ്ഥാനം ലഭ്യമാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഗവർണറെയും ബീഹാർ ഗവർണറെയും പരസ്പരം സ്ഥലം മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് ഈ നിയമനത്തിന്റെ പ്രാധാന്യമെന്ന് ചോദിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് സർക്കാരുമായിട്ടുണ്ടായ പല വിധത്തിലുള്ള ആശയപരവും നിയമപരവുമായിട്ടുള്ള സംഘടനകളാണ്. ഗവർണർ ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ സർക്കാർ അസാധാരണമായി ഇടപെടുന്നത് കണ്ടപ്പോൾ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നിലനിർത്തുന്നതിനാണ് എന്ന പേരിൽ ഗവർണർ ശക്തമായി അക്കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ ചില അലോരസങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അതോടെ ചേർത്താണ് ഇവിടെ ലോകായുക്ത നിയമം പാസ്സാക്കാനായി ഭേദഗതി വരുത്താനായി ബഹുമാനപ്പെട്ട കേരള സർക്കാർ നടപടിയെടുത്തപ്പോൾ അവിടെയും ഗവർണറുടെ അധികാരം ബോധപൂർവം വെട്ടിച്ചുരുക്കുന്നതിനായിട്ടുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നതും ബഹുമാനപ്പെട്ട ഗവർണറെ വല്ലാതെ അസ്വസ്ഥനാക്കി. അപ്പോൾ ഈ ലോകായുക്ത നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി, അതുപോലെ തന്നെ ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ സർവകലാശാലകളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം, അതിനായുള്ള ചില ബില്ലുകളൊക്കെ കേരളത്തിലെ സർക്കാരുകൾ പാസ്സാക്കിയെടുക്കുക, ഇതൊക്കെ നല്ല ഒരളവ് വരെ ആരിഫ് മുഹമ്മദ് ഖാനെ വല്ലാതെ ബാധിച്ചു എന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ തരത്തിൽ ഒരു ആശയപരമായും നിയമപരമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വന്നത്. മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഗവർണറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധം കാട്ടുന്നതിനായി ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനകൾ കരിങ്കൊടിയുമായി ഒക്കെ തെരുവിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം നിർത്തി റോഡിൽ ഇറങ്ങി നിന്ന് ഇവരെ നേരിടാനായി ശ്രമിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടത് ആശ്ചര്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതുമ നൽകുന്ന, അത്ഭുതപ്പെടുത്തുന്ന സന്ദർഭങ്ങളായിരുന്നു. അദ്ദേഹത്തെ തെരുവിൽ നേരിടുന്നതിനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും SFIയും യുവജന സംഘടനയായ DYFIയും പല സന്ദർഭങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ കേരളത്തിലെ പോലീസ് സേന അപര്യാപ്തമാണെന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം കേന്ദ്ര സുരക്ഷാ സേനയെ കൂടെ രംഗത്തിറക്കി അദ്ദേഹത്തിന് സമ്പൂർണമായ ശാരീരികമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കിയത്. ഈ തരത്തിൽ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണരീതി മുൻപൊരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഗവർണർമാരായിരുന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ശ്രീ P സദാശിവമാകട്ടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച് വിരമിച്ച ആളാണ്. അദ്ദേഹവും ചില കാര്യങ്ങളിലൊക്കെ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുവാൻ അദ്ദേഹം അവസരം കൊടുത്തിട്ടില്ല.
ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം ഉണ്ടായ പ്രതിസന്ധി ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരളത്തിലെ 15 സർവകലാശാലകളിൽ 3-4 സർവകലാശാലകൾ ഒഴിച്ച് ഒരിടത്തും വൈസ് ചാൻസലർമാർ ഇല്ല എന്ന അഭൂതപൂർവമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണ സംവിധാനം മുഴുവൻ പാലിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് അവിടുത്തെ വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്തമാണ്. സർവകലാശാലകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിനകത്തെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്ന് UGCയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. വൈസ് ചാൻസലർ നിയമിക്കുന്നതിനായി ചില ചട്ടങ്ങളുണ്ട്. ഓരോ സർവകലാശാലയ്ക്കും അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്. സെനറ്റ് ഉണ്ട്, സിൻഡിക്കേറ്റ് ഉണ്ട്, അവർക്കെല്ലാം പ്രത്യേകമായ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സർവകലാശാലകൾ വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് അവർക്കൂടെ താല്പര്യമുള്ള ആളുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പതിവില്ലാത്ത വിധം ഇടപെടുന്നു എന്നത് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ സർവകലാശാലകളെ ഈ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. സർക്കാർ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സർവകലാശാലയുടെ പരമോന്നത സമിതിയായ UGCയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെയും സർവകലാശാലയുടെയും അതുപോലെ തന്നെ ചാൻസലറായ ഗവർണറുടെയും പ്രതിനിധി ഉണ്ടാകണം. എന്നാൽ കേരളത്തിൽ സർവകലാശാലകൾ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഭൂരിപക്ഷമുള്ള ആളുകളായതുകൊണ്ട് അവർ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായി സർവകലാശാലയുടെ പ്രതിനിധിയെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കാതിരുന്നത് മൂലം നേരത്തെ സൂചിപ്പിച്ച പോലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഇത് പ്രധാനമായ കാരണം ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഗവർണർ ഏത് നിലപാട് സ്വീകരിക്കും എന്നതിനെ കുറിച്ചാണ്. പലരും അദ്ദേഹത്തെ മുൻവിധിയോടുകൂടി കാണുന്നുണ്ട്. കാരണം അദ്ദേഹവും BJPയോട് അഭിനിവേശമുള്ള RSS പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതി തന്നെ തുടരുമോ എന്ന് സംശയിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? BJPക്ക് താല്പര്യമുള്ള ആളുകളെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ ആക്ഷേപിക്കപ്പെടുന്ന BJPയിലെ ചില ആളുകളെ സിൻഡിക്കേറ്റിലും സെനറ്റിലുമൊക്കെ നോമിനികളായി നിർദ്ദേശിക്കുന്നത് പോലെ ഇദ്ദേഹവും ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായി സർക്കാരുമായി വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് വഴി തുറന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്ന തീരെ അപക്വമാണ്. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. ആ സാഹചര്യങ്ങൾ ആയതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ സർക്കാരുമായി ഒരു സംഘർഷത്തിന് മുതിരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഇവിടുത്തെ സർവകലാശാല നിയമങ്ങളെ കുറിച്ച് പഠിക്കണം. പഠിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനായി അദ്ദേഹം ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഗൗരവമായി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. സർക്കാരും അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ ആകാംക്ഷയോടെ നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഗവർണർ കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ആളല്ല. അദ്ദേഹത്തിന് ഇതൊക്കെ പഠിക്കുന്നതിനായി സമയം വേണ്ടിവരും. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴിപ്പെട്ടതാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവുക. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികൾ മാറുമോ, അതോ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുമോ, അതോ നിലവിലുള്ള പ്രതിസന്ധികൾ തുടരുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ നാം കാത്തിരിച്ച് മനസ്സിലാക്കേണ്ടത്.